ഹലോ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഓ നിങ്ങളുടെ കുട്ടി സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നെന്ന് വെക്കാം. ദേ അവനല്ലെങ്കിൽ അവൾ വീഴാൻ പോകുന്നു. നിങ്ങൾ ഓടിച്ചെന്ന് പിടിക്കുമോ? അതോ വീഴട്ടെ ബാബാ, അങ്ങനെയല്ലേ പഠിക്കുന്നത് എന്ന് കരുതുമോ? ആ അതൊരു നല്ല ചോദ്യമാണ്. ഈ ഒരു ചെറിയ കാര്യം പോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ഓരോ പടിയിലും നമ്മൾ അറിയാതെ ഒരുപാട് ഇടപെടുന്നുണ്ടോ? ഉം ഇതിനെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന സ്പൂൺ ഫീഡിംഗ്. പേര് കേൾക്കുമ്പം കൊതിയാവുന്നുണ്ടല്ലേ? പക്ഷെ സംഗതി അത്ര മധുരമുള്ള ഒന്നല്ല കേട്ടോ. ശരിയാണ്. നമ്മളിങ്ങനെ സ്നേഹം കൊണ്ടാണെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കുട്ടികളെ വളർച്ചയെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഓ ചില പഠനങ്ങൾ പറയുന്നത് ഈ അമിതമായി നിയന്ത്രിക്കുന്ന പാരന്റ്സ് ഉണ്ടല്ലോ, ആ അവരുടെ കുട്ടികൾക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ ഒരു 15-20% വരെ കൂടുതലാണെന്നാണ്. ആണോ? ഉം. അത്രയ്ക്ക് വ്യത്യാസമുണ്ടോ? അതെ, അതായത് നമ്മൾ വിചാരിക്കുന്ന സംരക്ഷണം ചിലപ്പോൾ അവർക്കൊരു ഭാരമായി മാറിയേക്കാം. അടെ, ഈ സ്പൂൺ ഫീഡിംഗ് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഭക്ഷണം വാരി കൊടുക്കുന്നത് മാത്രമല്ലല്ലോ അല്ലേ? അല്ലേയല്ല. കുട്ടികളുടെ ഹോംവർക്ക് തീർത്തു കൊടുക്കുന്നത്, അവർക്കെന്ത് ഉടുപ്പിടണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, അവരുടെ കൂട്ടുകാരുമായുള്ള ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഓടിപ്പോയി ഇടപെടുന്നത്, ശരിയാണ്. ഇതൊക്കെ അതിൽ വരും. അപ്പോ ഇതെല്ലാം എങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസത്തെയും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനെയും ബാധിക്കുന്നത്? അതുതന്നെ. നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളും ഗവേഷണങ്ങളുമൊക്കെ വെച്ച് ഇതൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. നമുക്ക് ആദ്യം ഈ സ്പൂൺ ഫീഡിംഗ് എന്ന വാക്ക് തന്നെ എടുക്കാം. ശരി. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് സ്പൂണിൽ ഭക്ഷണം കോരിക്കൊടുക്കുന്നത് തന്നെ. പക്ഷെ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ഇതൊരു രൂപകമാണ്. ഒരു മെറ്റഫർ പോലെ. അതെ, അതായത് കുട്ടികൾക്ക് സ്വന്തമായി ചിന്തിക്കാനോ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാനോ തെറ്റുകൾ വരുത്തി പഠിക്കാനോ അവസരം കൊടുക്കാതെ എല്ലാം എളുപ്പമാക്കി പാകപ്പെടുത്തി മുന്നിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഭക്ഷണ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ രീതിയുണ്ടല്ലോ, ബേബി ലെഡ് വീനിങ്, BLW എന്ന് പറയും. ആ BLW നമ്മൾ പണ്ട് സ്പൂണിൽ കോരിക്കൊടുക്കുന്നതിന് പകരം കുട്ടിക്ക് പിടിക്കാൻ പാകത്തിൽ ഭക്ഷണ കഷ്ണങ്ങൾ വെച്ചുകൊടുക്കും. അവർ തനിയെ എടുത്ത് കഴിച്ചോളും. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഓ, നല്ല വ്യത്യാസമുണ്ട്. BLW രീതിയിൽ കുട്ടി ഭക്ഷണത്തിന്റെ അളവും സ്പീഡുമൊക്കെ സ്വയം നിയന്ത്രിക്കുകയാണ്. ഓക്കെ. ഇതവരുടെ കൈവിരലുകൾ ഉപയോഗിക്കാനുള്ള കഴിവ്, അതായത് ഫൈൻ മോട്ടോർ സ്കിൽസ്, പിന്നെ പലതരം ഭക്ഷണങ്ങളോടുള്ള താൽപ്പര്യമൊക്കെ കൂട്ടാൻ സഹായിക്കും. പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്പൂൺ ഉപയോഗിക്കാൻ പഠിക്കുന്നത് ലേൺഡ് സ്കിൽ, നമ്മൾ പഠിപ്പിക്കേണ്ട ഒന്നാണ്. മറ്റു കാര്യങ്ങളിലും ശരിയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലോ ടീച്ചർമാർ എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്താൽ കുട്ടികൾ പിന്നെ എപ്പോഴാ സ്വന്തമായി ചിന്തിക്കുക? അതുതന്നെ കറക്റ്റ് പോയിന്റാണ്. വിദ്യാഭ്യാസത്തിലെ സ്പൂൺ ഫീഡിംഗ് കുട്ടികളുടെ ചിന്തിക്കാനുള്ള കഴിവ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റി, ഇതിനെയൊക്കെ വല്ലാതെ കുറയ്ക്കും. അവര് ചിലപ്പോൾ വിവരങ്ങൾ ഓർമ്മിച്ചു വെക്കാൻ പഠിക്കും, പക്ഷേ അതിനെ വിശകലനം ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഉത്തരം തനിയെ കണ്ടെത്താനോ അവർക്ക് പറ്റാതെ വരും. കാരണം അതിനവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അതെ, അതവരെ കൂടുതൽ ആശ്രിതരാക്കുമല്ലേ? തീർച്ചയായും. ഈ അമിതമായ ഇടപെടലിനെ നമ്മളൊരു പേര് പറയാറുണ്ടല്ലോ, ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന്. ഹെലികോപ്റ്റർ പാരന്റിംഗ്. കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ വട്ടമിട്ട് പറക്കും. എന്നിട്ട് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും താഴെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തും. ഇത് ഓവർ സ്നേഹമാണോ അതോ പേടിയാണോ? രണ്ടും ചേർന്നതാണെന്ന് പറയാം. കുട്ടി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം, അതേസമയം അവർ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം. ഇതെല്ലാം ഇതിന് പിന്നിലുണ്ട്. കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങൾ, കൂട്ടുകാരുമായുള്ള കളികൾ, എന്തിന് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പോലും അനാവശ്യമായി ഇടപെടുന്നത് ഇതിന്റെ ലക്ഷണമാണ്. ശരി. ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ടി അങ്ങ് തീരുമാനിക്കും. നമ്മൾ സാധാരണ പാരന്റിംഗ് സ്റ്റൈലുകളെക്കുറിച്ച് പറയുമ്പം ഒഥോറിറ്റേറ്റീവ്, ഒഥോറിറ്റേറിയൻ, പെർമിസീവ് എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഈ ഓവർ പാരന്റിംഗ് ഇതിലേതിലാണ് പെടുന്നത്? അതോ ഇത് വേറെ തന്നെ ഒന്നാണോ? അതൊരു നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഓവർ പേരന്റിംഗ് ഈ ക്ലാസിക് സ്റ്റൈലുകളിൽ കൃത്യമായി ഒതുങ്ങുന്നില്ല. ഓഹോ. ഓഥോറിറ്റേറിയൻ പാരന്റിങ്ങിലെ പോലെ നല്ല നിയന്ത്രണമുണ്ട്, പക്ഷെ അതേസമയം ഓഥോറിറ്റേറ്റീവ് പാരന്റിങ്ങിലെ പോലെ ധാരാളം സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോ സ്നേഹം കൂടുതലായി കാണിക്കുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? സ്നേഹം കൂടുമ്പോൾ അറിയാതെ നിയന്ത്രണം കൂടിപ്പോകുന്നത് സ്വാഭാവികമല്ലേ? എവിടെയാണ് ഈ ലൈൻ ക്രോസ് ചെയ്യുന്നത്?
സ്നേഹമല്ല പ്രശ്നം, ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ഓതോറിറ്റേറ്റീവ് പേരന്റ് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ചില റൂൾസ് വെക്കും, അതിർവരമ്പുകളുണ്ടാകും, പക്ഷെ അതേസമയം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കും. ഓക്കെ. എന്നാൽ ഓവർ പേരന്റ് സ്നേഹത്തോടെയാണെങ്കിലും കുട്ടിയുടെ സ്വയംഭരണം, അതായത് ഓട്ടോണമി, അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആഹാ. കുട്ടിക്കൊരു കാര്യം സ്വന്തമായി ചെയ്യാൻ കഴിവുണ്ടായിട്ടും നമ്മൾ അത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നിനക്ക് തനിയെ പറ്റില്ല എന്നൊരു മെസ്സേജാണ് നമ്മൾ അറിയാതെ കൊടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ശരി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓവർ പാരന്റിംഗ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്ര ദോഷകരമാകുന്നത്? ഇതിന് പിന്നിലെ സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി SDT വെച്ച് തുടങ്ങിയാലോ? SDT അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും, മുതിർന്നവരായാലും കുട്ടികളായാലും, മാനസികമായി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ 3 അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. 3 എന്തൊക്കെയാണത്? 1 ഓട്ടോണമി, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, സ്വന്തം ജീവിതത്തിൽ ഒരു നിയന്ത്രണമുണ്ടെന്ന് തോന്നൽ. ഓക്കെ, ഓട്ടോണമി. 2 കോമ്പറ്റൻസ്, അതായത് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിൽ വിജയിക്കാനുമൊക്കെയുള്ള ഒരു അവസരം, ഒരു കഴിവുണ്ട് എന്ന് തോന്നൽ. റൈറ്റ്, കോമ്പറ്റൻസ്. 3 റിലേറ്റഡ്നെസ്, അതായത് മറ്റുള്ളവരുമായി ഒരു ബന്ധം, ഒരു സ്നേഹം, ഒരു കൂട്ടായ്മ അനുഭവിക്കാനുള്ള ആഗ്രഹം. ഓക്കെ, ഓട്ടോണമി, കോമ്പറ്റൻസ്, റിലേറ്റഡ്നെസ്. അതെ, ഈ 3 ചേരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഒരു എൻജിൻ ശരിക്ക് പ്രവർത്തിക്കുന്നത്. ഈ 3 ആവശ്യങ്ങളും പ്രധാനമാണെന്ന് മനസ്സിലായി. പക്ഷേ സ്നേഹം കൊണ്ട് പാരൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ എഞ്ചിൻ ഓഫ് ചെയ്യുന്നത്? അത്രയ്ക്ക് ദോഷം വരുത്തോ? വരുത്തും. കാരണം ഒരു പേരന്റ് കുട്ടിയുടെ ഒരു പ്രശ്നം എളുപ്പത്തിൽ പരിഹരിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ, അത് കുട്ടിയുടെ ഓട്ടോണമി എന്ന ആവശ്യത്തെ നേരിട്ട് ബാധിക്കുകയാണ്. ആ പ്രശ്നം സ്വയം പരിഹരിച്ച് വിജയിക്കുമ്പോൾ കിട്ടേണ്ട ആ കോമ്പറ്റൻസ് എന്ന അനുഭവം അവർക്ക് നഷ്ടപ്പെടുന്നു. ശരിയാണ്. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ എനിക്കൊന്നിനും കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ തകർക്കും. അടുത്തൊരു തിയറി ഉണ്ടല്ലോ, അറ്റാച്ച്മെന്റ് തിയറി. കുട്ടികൾക്കൊരു സുരക്ഷിത താവളം, സെക്യൂർ ബേസ് വേണം എന്നാണല്ലോ അത് പറയുന്നത്. അപ്പോൾ കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കുന്നത് നല്ലതല്ലേ? അത്യാവശ്യമാണ്. അതാണ് അവരുടെ സെക്യൂർ ബേസ്. പക്ഷേ ഈ തിയറിയിലൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സുരക്ഷിത താവളം ഒരു ജയിലല്ല. അതൊരു ലോഞ്ച് പാഡാണ്. ലോകത്തിലേക്ക് പറന്നുയരാനുള്ള ഒരു ലോഞ്ച് പാഡ്. കൊള്ളാം, ലോഞ്ച് പാഡ്. അതായത് സുരക്ഷിതത്വം കൂടുമ്പോൾ കുട്ടി കൂടുതൽ ധൈര്യത്തോടെ പുറം ലോകത്തെ പര്യവേഷണം ചെയ്യണം, പുതിയ കാര്യങ്ങൾ ശ്രമിച്ചു നോക്കണം. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഓവർ പാരന്റിംഗ് ഈ ലോഞ്ച് പാഡിനെ ഒരു കൂടാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്? പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സ്വർണ്ണക്കൂട് പോലെ. ഒരു തരത്തിൽ അങ്ങനെ പറയാം. അമിതമായ സംരക്ഷണം നൽകുമ്പോൾ നമ്മൾ അറിയാതെ കുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? പുറം ലോകം അപകടം നിറഞ്ഞതാണ്, നിനക്ക് തനിയെ ഒന്നിനും സാധിക്കില്ല, ഇവിടെ അടങ്ങിയിരുന്നോ എന്നാവും. ശരിയാണ്. ഇത് യഥാർത്ഥത്തിൽ കുട്ടിയുടെ ധൈര്യത്തെയും ലോകത്തെ നേരിടാനുള്ള കഴിവിനെയുമാണ് ഇല്ലാതാക്കുന്നത്. ചിലപ്പോൾ ഇത് കുട്ടിയുടെ സുരക്ഷിതത്വബോധമല്ല, രക്ഷിതാവിന്റെ ഉള്ളിലെ ഭയമാണവിടെ പ്രതിഫലിക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് വൈഗോട്സ്കിയുടെ സ്കാഫോൾഡിംഗ് എന്നൊരു ആശയത്തെക്കുറിച്ച് പറയാറുണ്ട്. അതെന്താണ്? സ്പൂൺ ഫീഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റാണോ ഇത്? തീർച്ചയായും. സ്കാഫോൾഡിംഗ് ഒരു നല്ല ബദലാണ്. വൈഗോട്സ്കി പറയുന്നത് കുട്ടികൾ ഒറ്റയ്ക്കല്ല, മറ്റുള്ളവരുമായി ഇടപഴകിയാണ് പഠിക്കുന്നതെന്നാണ്. ശരി. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആശയമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD. അതായത് കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ കുറച്ചുകൂടി കഴിവുള്ള ഒരാളുടെ, അത് മുതിർന്നവരാകാം, കൂട്ടുകാരാകാം, സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു മേഖല, ഒരുതരം പഠനക്കളരിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ പഠനക്കളരിയിൽ നൽകുന്ന സഹായമാണോ ഈ സ്കാഫോൾഡിംഗ്? ഈ കെട്ടിടം പണിയുമ്പോൾ താങ്ങിന് കെട്ടുന്ന കൈകാലുകൾ പോലെ? അതെ, അത് തന്നെ. പെർഫെക്റ്റ് അനാലജി. സ്കാഫോൾഡിംഗ് എന്നാൽ ആ ZPDക്കുള്ളിൽ കുട്ടിക്ക് ആവശ്യമായ കൃത്യമായ അളവിലുള്ള താൽക്കാലികമായ പിന്തുണ നൽകലാണ്. താൽക്കാലികമായ? അതെ. ഉത്തരം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ചെറിയ സൂചനകൾ നൽകുക, ഒരു വലിയ ജോലിയെ ചെറിയ പടികളാക്കി മാറ്റുക,
അവർക്ക് തുടങ്ങാനൊരു സഹായം നൽകുക, ഇതൊക്കെയാണ് സ്കാഫോൾഡിംഗ്. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടി ആ കഴിവ് നേടുന്നതിനനുസരിച്ച് ഈ കൈകാലുകൾ പതുക്കെ എടുത്തു മാറ്റണം. അവർ സ്വയം ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ നമ്മൾ മാറി നിൽക്കണം. അപ്പോ നേരത്തെ പറഞ്ഞ പസിൽ ഉദാഹരണം എടുത്താൽ, കുട്ടി ബുദ്ധിമുട്ടുമ്പോൾ പസിൽ മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കാതെ ഈ മൂലയിലുള്ള കഷ്ണമൊന്ന് വെച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുന്നതാണ് സ്കാഫോൾഡിംഗ് ആണ്, അല്ലേ? അതെ, കൃത്യം. സ്പൂൺ ഫീഡിംഗ് ഉത്തരം നൽകി ചിന്തയെ അവിടെ നിർത്തുന്നു. പക്ഷേ സ്കാഫോൾഡിംഗ് ചോദ്യങ്ങൾ ചോദിച്ച് സൂചനകൾ നൽകി ചിന്തയെ മുന്നോട്ടു കൊണ്ടുപോകുന്നു. കൊള്ളാം. അപ്പോ നോക്കൂ, SDT, അറ്റാച്ച്മെന്റ് തിയറി, വൈഗോട്സ്കി, ഈ 3 ആശയങ്ങളും ഒരുമിച്ച് പറയുന്നത് ഒരേ കാര്യമാണ്: കുട്ടിയുടെ സ്വാതന്ത്ര്യവും കഴിവും വളർത്തണം. അതിന് തടസ്സം നിൽക്കുന്ന അമിതമായ ഇടപെടൽ ഒഴിവാക്കണം. ഈ തിയറികളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെറും തോന്നലാണോ? അതോ ഇതിനു പിന്നിൽ ശരിക്കും ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ? പഠനങ്ങൾ എന്താണ് പറയുന്നത്? ഓവർ പാരന്റിങ്ങും മാനസികാരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഉണ്ട്, തീർച്ചയായും തെളിവുകളുണ്ട്. 2023 വന്ന ഒരു വലിയ പഠനം, അതായത് ഒരുപാട് പഠനങ്ങളെ ഒരുമിച്ച് വിശകലനം ചെയ്ത ഒരു മെറ്റ അനാലിസിസ് നോക്കിയാൽ ഓവർ പാരന്റിങ്ങും കുട്ടികളിലെ ഡിപ്രഷൻ, ആൻസൈറ്റി എന്നിവയുടെ സാധ്യതയും തമ്മിൽ സ്ഥിരമായ ഒരു ബന്ധം കാണിക്കുന്നുണ്ട്. ഓഹോ. ഈ ബന്ധം ഭയങ്കര വലുതൊന്നുമല്ലെങ്കിലും പല രാജ്യങ്ങളിലും പല സംസ്കാരങ്ങളിലും നടത്തിയ പഠനങ്ങളിൽ ഇത് ആവർത്തിച്ചു കാണുന്നു എന്നത് പ്രധാനമാണ്. വെറും ഓവർ പാരന്റിങ്ങിന് മാത്രമല്ല, കുട്ടികളുടെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും വരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, സൈക്കോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് കൂടുതൽ അപകടകരമാണോ? അതെ, പഠനങ്ങൾ കാണിക്കുന്നത് ഓവർ പാരന്റിങ്ങിനേക്കാൾ ശക്തമായ ദോഷഫലങ്ങൾ സൈക്കോളജിക്കൽ കൺട്രോളിനുണ്ട് എന്നാണ്. ആണോ? പ്രത്യേകിച്ച് പാശ്ചാത്യേതര രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള മറ്റൊരു മെറ്റ അനാലിസിസ് പറയുന്നത് ഈ രീതി കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങളുമായി കുറച്ചുകൂടി ശക്തമായ ബന്ധം പുലർത്തുന്നു എന്നാണ്. ഇത് ലോകവ്യാപകമായി കാണുന്നൊരു പ്രശ്നമാണ്. അപ്പോ ഇതിന്റെ നല്ല വശം എന്താണ്? പാരന്റ്സ് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെയും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അതായത് പാരന്റൽ ഓട്ടോണമി സപ്പോർട്ട് PAS എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വളരെ പോസിറ്റീവായ റിസൾട്ടുകളാണ് കാണുന്നത്. PAS കുട്ടികളുടെ മാനസികാരോഗ്യവുമായിട്ട് നല്ലൊരു ബന്ധം കാണിക്കുന്നു. അതാണ് ഏറ്റവും ശക്തമായ ഒരു കണ്ടെത്തൽ. ഓക്കെ. അതോടൊപ്പം പഠനത്തിൽ അവർക്ക് നന്നായി പെർഫോം ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉള്ളിൽ നിന്നുള്ള പ്രചോദനം, അതായത് മോട്ടിവേഷൻ ഉണ്ടാകാനും സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം, പെർസീവ്ഡ് കോമ്പറ്റൻസ് വരാനുമൊക്കെ PAS സഹായിക്കും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സ്വാധീനം പെട്ടെന്ന് കാണുന്നയൊന്നാണോ അതോ കാലങ്ങളെടുക്കുന്ന മാറ്റമാണോ? അതായത് കുട്ടിക്കാലത്തെ പാരന്റിംഗ് വലുതാകുമ്പോൾ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ വല്ലതും ഉണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 400-ലധികം കുട്ടികളെ 8 വർഷത്തോളം ഫോളോ ചെയ്ത ഒരു പഠനമുണ്ട്. 8 വർഷം? അതെ. അതിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ 2 വയസ്സിൽ ഹെലികോപ്റ്റർ പാരന്റിംഗ് അനുഭവിച്ച കുട്ടികൾക്ക് 5 വയസ്സായപ്പോൾ സ്വന്തം വികാരങ്ങളും പെരുമാറ്റങ്ങളും നിയന്ത്രിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. അതുമാത്രമല്ല, 10 വയസ്സായപ്പോൾ ഇതേ കുട്ടികൾക്ക് സ്കൂളിൽ വൈകാരിക പ്രശ്നങ്ങളും സാമൂഹികമായ കഴിവ് കുറവും പഠനത്തിൽ പിന്നോക്കാവസ്ഥയും കൂടുതലായി കാണപ്പെട്ടു. അപ്പോ തുടക്കത്തിലെ ആ അമിത നിയന്ത്രണം പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അതെ, ഒരു ചെയിൻ റിയാക്ഷൻ പോലെ. ഈ കണ്ടെത്തലുകളിൽ വേറെ എന്തെങ്കിലും സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ? ഇപ്പോ അമ്മയുടെയും അച്ഛന്റെയും ഇടപെടൽ ഒരുപോലെയാണോ ബാധിക്കുന്നത്? അതോ കൾച്ചർ ഒരു ഫാക്ടറാണോ? ചില സൂക്ഷ്മമായ കാര്യങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന്, ഓവർ പാരന്റിങ്ങിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നതിനാണ് പലപ്പോഴും കൂടുതൽ കൃത്യത. പേരൻസ് ചിലപ്പോൾ അവരുടെ നിയന്ത്രണം അത്ര വലുതായി കാണില്ല. അത് ശരിയായിരിക്കാം. പിന്നെ ചില പഠനങ്ങൾ പറയുന്നത് അമ്മയുടെ ഓവർ പാരന്റിംഗ് ചിലപ്പോൾ അച്ഛൻ്റേതിനേക്കാൾ കൂടുതൽ ഉത്കണ്ഠ കുട്ടികളിൽ ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ഏറ്റവും പ്രധാനം, അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടിയുടെ ആ സ്വയംഭരണത്തെ, ഓട്ടോണമിയെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഫലം കിട്ടുന്നത്. ഓക്കെ, രണ്ടുപേരുടെയും പങ്ക് പ്രധാനമാണ്. തീർച്ചയായും. പിന്നെ സംസ്കാരവും കുട്ടിയുടെ പ്രായവും അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം.
കൗമാരപ്രായത്തിൽ ഓവർ പാരന്റിങ്ങിന്റെ ദോഷഫലങ്ങൾ കൂടുതൽ പ്രകടമായെന്നും വരാം. ശരിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പല അനുഭവങ്ങളും ഓർമ്മ വരും. എനിക്ക് ഓർമ്മ വരുന്നത് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തിനെയാണ്. വീട്ടിൽ ഒരു കാര്യവും അവനെ തനിയെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഹോസ്റ്റലിൽ വന്നപ്പോൾ സ്വന്തമായിട്ടൊരു അലക്കുപിടി വാങ്ങാൻ, ബസ്സിൽ കയറി ടൗണിൽ പോവാൻ, എന്തിന് കൂട്ടുകാരുമായി ചേർന്നൊരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യാൻ പോലും അവനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ. ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സഹായം വേണം. ആ ഒരവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ഭയങ്കര പാടാണ്. അതെ, നേരത്തെ പറഞ്ഞ ആ പസിൽ ഉദാഹരണം തന്നെ എടുക്കാം. കുട്ടി ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ഓടിച്ചെന്ന് മുഴുവൻ പസിലും പൂർത്തിയാക്കി കൊടുക്കുന്നത് സ്പൂൺ ഫീഡിംഗ് ആണ്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു ഗുണവുമില്ല. ഇല്ല. കുട്ടിക്ക് അവസാനം ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് എന്നൊരു തോന്നലുണ്ടാകും. ആ ഒരു തോന്നൽ, ആ ഒരു വിജയം, അതാണ് പ്രധാനം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം കുറയ്ക്കാനല്ലല്ലോ പറയുന്നത്. അല്ലയല്ല. ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി മാറ്റണം. ഓവർ പാരന്റിംഗ് ഒഴിവാക്കി കുട്ടിയുടെ സ്വാതന്ത്ര്യവും കഴിവും വളർത്താൻ സഹായിക്കുന്ന ചില എളുപ്പവഴികൾ എന്തൊക്കെയാണ്? നമുക്കൊരു 5-7 കാര്യങ്ങൾ നോക്കിയാലോ? നോക്കാം. ഒന്നാമതായി, കേൾക്കാം, അംഗീകരിക്കാം. കുട്ടി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. അവരുടെ വിഷമം നമുക്ക് ചിലപ്പോൾ നിസ്സാരമായി തോന്നാം. എന്നാലും നിനക്ക് സങ്കടമായി അല്ലെങ്കിൽ ദേഷ്യം വന്നും എന്നെനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് നമ്മൾ അവരുടെ വികാരങ്ങളെ മാനിക്കുന്നു എന്ന് കാണിക്കും. വളരെ പ്രധാനം. രണ്ടാമത്, കാരണം പറയൂ. വെറുതെ പാടില്ല, അരുത് എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് പാടില്ല എന്ന് ലളിതമായൊന്ന് വിശദീകരിക്കുക. ഇതവർക്ക് നിയമങ്ങളെയും അതിർവരമ്പുകളെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും. മൂന്നാമത്, തെരഞ്ഞെടുക്കാൻ അവസരം നൽകാം. വളരെ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും. ചോറ് വേണോ, ചപ്പാത്തി വേണോ, ഈ നീല ഉടുപ്പിടണോ അതോ പച്ചയോ തുടങ്ങിയ ചെറിയ തിരഞ്ഞെടുപ്പുകൾ പോലും അവർക്ക് എന്റെ കാര്യത്തിൽ എനിക്കും തീരുമാനമെടുക്കാം എന്നൊരു തോന്നലുണ്ടാക്കും. ഇതവരുടെ ആത്മവിശ്വാസം കൂട്ടും. നാലാമത്, നമ്മുടെ സംസാരം ശ്രദ്ധിക്കാം. നീ ഇത് ചെയ്തേ പറ്റൂ എന്ന കമാൻഡിംഗ് ടോണിന് പകരം നമുക്കിത് ചെയ്യാൻ ശ്രമിച്ചാലോ, അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യാനുള്ള സമയമായി എന്നൊക്കെ കുറച്ചുകൂടി മൃദുലമായി പറഞ്ഞു നോക്കാം. ഇതാ ഒരു പ്രഷർ കുറയ്ക്കും. അഞ്ചാമത്, നേരത്തെ പറഞ്ഞ ആ കൈത്താങ്ങാത, അതായത് സ്കാഫോൾഡിംഗ്. നേരിട്ടുത്തരം നൽകാതെ സൂചനകൾ നൽകുക. വലിയ ജോലികളെ ചെറിയ സ്റ്റെപ്പുകളാക്കി തിരിക്കുക. അവരുടെ ശ്രമത്തെ അഭിനന്ദിക്കുക. കൊള്ളാലോ, നന്നായി ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറയുക. തെറ്റിയാലും കുഴപ്പമില്ലെന്ന് പറയുക. അവസാനം അവര് തന്നെ അത് പൂർത്തിയാക്കട്ടെ. ആ വിജയത്തിന്റെ സന്തോഷം അവരനുഭവിക്കട്ടെ. ആറാമതായി, ചില രക്ഷാകർതൃ പരിശീലന പ്രോഗ്രാമുകളുണ്ട്. ശാസ്ത്രീയമായി ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ടവ. ഉദാഹരണത്തിന് ദ ഇൻക്രെഡിബിൾ ഇയേഴ്സ്, PPP, അതായത് പോസിറ്റീവ് പാരന്റിംഗ് പ്രോഗ്രാം, പിന്നെ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഇവയൊക്കെ പാരന്റ്സിന് പുതിയ സ്കിൽസ് പഠിക്കാനും കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുമൊക്കെ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് എപ്പോഴും ഓർക്കുക. കുട്ടിയെ എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും രക്ഷിച്ചു നിർത്തുക എന്നതാണോ നമ്മുടെ ലക്ഷ്യം? അതോ ഈ ലോകത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണോ? രണ്ടാമത്തേതാണ് പ്രധാനം. അതെ, രണ്ടാമത്തേതാണ് ലക്ഷ്യമെങ്കിൽ അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും ചെറിയ പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനും അവസരം നൽകിയേ മതിയാകൂ. തീർച്ചയായും. അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മൾ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കിയ വിശദമായ റിപ്പോർട്ട് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നോക്കാവുന്നതാണ്. അപ്പോ നമ്മളിന്ന് സംസാരിച്ചതിന്റെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ചാല്, ഓവർ പാരന്റിംഗ് അഥവാ സ്പൂൺ ഫീഡിംഗ് പുറമേ കാണുമ്പോൾ സ്നേഹവും കരുതലുമൊക്കെയായി തോന്നാമെങ്കിലും അത് കുട്ടികളുടെ സ്വാഭാവികമായ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് അവരുടെ സ്വയംഭരണത്തിനും ഓട്ടോണമി, കഴിവുകൾ നേടാനുള്ള കോമ്പിറ്റൻസ് കഴിവിനും തടസ്സമാകുമെന്നാണ് തിയറികളും ഗവേഷണങ്ങളും ഒരുപോലെ പറയുന്നത്. അതിനു പകരം സ്നേഹത്തോടെയുള്ള അതിർവരമ്പുകൾ വെച്ചും ആവശ്യമുള്ളപ്പോൾ സ്കഫോൾഡിംഗ് എന്ന കൈത്താങ്ങ് നൽകിയും കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കാം. അതാണ് വേണ്ടത്. ഓർക്കുക, നാളെ കുട്ടികൾ പറക്കാൻ പഠിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെപ്പോലെയാണ്. അവർക്ക് സുരക്ഷിതമായൊരു കൂട് നല്ലതാണ്. പക്ഷേ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറക്കാൻ, സ്വന്തം ചിറകുകൾ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കണം. അതെ. വീഴാതെ സൈക്കിൾ പഠിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ജീവിതത്തിലെ ചെറിയ വീഴ്ചകളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും പാഠം പഠിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ അവരെ സജ്ജരാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, ആ ചിറകുകൾക്ക് ശക്തി നൽകാം. ആകാശത്തേക്ക് പറന്നുയരാൻ അവരെ സഹായിക്കാം.
ഇന്ന് കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ പേരന്റിംഗ് രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്താനെങ്കിലും ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടി മനസ്സിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ടെക്നോളജിയുടെ കാലത്താണല്ലോ ജീവിക്കുന്നത്. ഉം. കുട്ടികളുടെ ഓരോ ഓൺലൈൻ നീക്കവും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആവശ്യമായ സംരക്ഷണമാണോ? അതോ ഇത് പുതിയ കാലത്തെ ഒരു ഡിജിറ്റൽ സ്പൂൺ ഫീഡിംഗ് ആയി മാറുന്നുണ്ടോ? അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ.